ഹായ് ഹലോ. ഞാൻ ഇതുപോലൊരു വീഡിയോ ഇതുവരെ മുന്നേ ഞാൻ ചെയ്തിട്ടില്ല. അതായത് ഓൺ വോയിസ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ആയാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മീഡിയ വഴി, ന്യൂസ് ചാനൽ വഴിയൊക്കെ നമ്മളെല്ലാവരും അറിയുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചാൽ, അതിനെ പറ്റിയിട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് അറിയുന്നത് എന്താണോ അത് അതേപോലെ ഞങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതിനേക്കാളും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയും. കാരണം പ്രത്യേകിച്ചും അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. അപ്പോൾ കാരണം ഒരു പട്ടാളക്കാരൻ്റെ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ, പട്ടാളക്കാരൻ്റെ ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാ സിവിലിയന്മാരെക്കാളും നമ്മൾ കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടുന്ന് തരും. നമുക്ക് അലേർട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കാമെന്ന് വെച്ചാൽ, അതിനെ പറ്റിയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ നടന്ന, നമ്മുടെ രാജ്യത്ത് നടന്ന കാര്യങ്ങൾ, നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിരപരാധികളായ ആൾക്കാരെ കൊന്നു വീഴ്ത്തിയിട്ടുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയായിരുന്നു ഇതിന് തിരിച്ചടി നമ്മുടെ രാജ്യം കൊടുക്കുന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു സമയം അത് നമുക്കല്ലല്ലോ അറിയാവുന്നത്. അപ്പോൾ അതിനുള്ള തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏതൊരു സ്ത്രീയുടെ ആണോ സിന്ദൂരം അയച്ച് അതിനെതിരെയുള്ളൊരു തിരിച്ചടി എന്നുള്ള രീതിക്ക് ഓപ്പറേഷൻ സിന്ദൂർ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നല്ല അഭിമാനമാണ് എല്ലാവർക്കും, അല്ലേ? കാരണം അങ്ങനെ ഒരു പേര് ആരാണോ സജസ്റ്റ് ചെയ്ത അവരൊക്കെ നമുക്ക് അത്രയും പ്രൗഡായിട്ട് തോന്നുകയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇനിയൊരു സ്ത്രീയുടെ സിന്ദൂരം മായ്ക്കാതിരിക്കട്ടെ, നമ്മുടെ രാജ്യം നമ്മൾ താങ്ങി നിർത്തും, നമുക്ക് പ്രൊട്ടക്ഷൻ തരും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്, ഏതൊരു ഇന്ത്യക്കാരനും ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ഒരുപാട് ഇമോഷൻസാണ് പോകുന്നത്. കാരണം പ്രൗഡാണ്, നമ്മൾ ഭയങ്കര അഭിമാനമാണ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നത് കാണുമ്പോഴും ഒക്കെ ഭയങ്കര അഭിമാനമാണ്. അതിനോടൊപ്പം ഒരുപാട് സന്തോഷം തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഞാനൊരു പട്ടാളക്കാരൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്താണ് കൂടുതൽ ആളുകളും പട്ടാളക്കാരെക്കുറിച്ച് ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നു 90% ആളുകളും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്താണ് പട്ടാളത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലാന്ന് പറഞ്ഞാലും അതാണ് ശരി. കാരണം നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാലറിയാം, ഇപ്പം ഈ ഒരു സമയം വന്നപ്പോൾ അത്രയും പ്രാർത്ഥനകളും സപ്പോർട്ടുകളാണ് ഓരോ ആളുകളും പട്ടാളത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ കമൻസ് ആയിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുക. കാരണം അല്ലാത്ത സമയത്തും അതിർത്തിയിൽ കൊടും തണുപ്പിൽ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുന്ന പട്ടാളക്കാരുണ്ട്. അവരെ പറ്റിയിട്ട് ആരും അങ്ങനെ ചിന്തിക്കും തോന്നില്ല. പട്ടാളത്തിൻ്റെ ഫാമിലീസ് ചിന്തിക്കും, അതല്ലാണ്ട് അധികം ആളുകൾ അതിനെപ്പറ്റി, കാരണം അവർക്കറിയാം അത് ബാക്കിയുള്ളവർക്കുള്ള വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കാൻ, നമ്മൾ സേഫാണ്, ഇന്ത്യയിൽ നമ്മൾ സേഫാണ്. നമ്മൾ ഇങ്ങനെ അതിർത്തിയിൽ ആളുകൾ ഉറക്കളച്ചിരിക്കുന്നത് കൊണ്ട് ഉറക്കളച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ സേഫാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് അത്രയും പട്ടാളത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് പ്രാർത്ഥനയൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതാണ് സന്തോഷം എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വിഷമമുണ്ട്, പേടിയുണ്ട്, സങ്കടമൊക്കെ ഉണ്ട്. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, അത് നമ്മൾ ആ ഒരു ഫാമിലി, അത് ആർമി ഫാമിലി എന്നതിലുപരി നമ്മളൊരു നോർമൽ ഫാമിലി എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതൊരു ആർമി ഏരിയയിലാണ്. ഇവിടെ എല്ലാം സെറ്റായിട്ട് നിൽക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എല്ലാം സെറ്റായി നിൽക്കുകയാണ്. ഏത് നിമിഷവും മൂവ് ചെയ്യാന്നുള്ള രീതിക്കാണ് ഇവിടെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള വിഷമമാണ് പറയുന്നത്. ഇവരും മുന്നോട്ട് പോകും. ഏത് നിമിഷം എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ പോകേണ്ടി വരിക അപ്പോൾ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് അത് ആലോചിക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്. കാരണം അവർ പോകണം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്. അത് അവരായിട്ട് തിരഞ്ഞെടുത്ത ഡ്യൂട്ടിയാണ്, അവർ ഇഷ്ടത്തോടെ എടുത്ത ജോലിയാണ്. ജോലി എന്നതിലുപരി അവരൊരു അതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല, അവരിഷ്ടമാണത്. അപ്പോൾ അവരത് പോകും. അപ്പോൾ
നമ്മൾ എത്രയായാലും ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ ആ ഒരു ടെൻഷനിലാണ്, ഏത് നിമിഷം ഇവർ പോവുമല്ലോ. കാരണം ഞങ്ങളൊക്കെ എല്ലാം സെറ്റായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അവർ പോകാനുള്ള സെറ്റിങ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫാമിലി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ സേഫായിരിക്കാൻ വേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെയല്ല, അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതാലോചിക്കും ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും അവർ പോകണം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്, അത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ വേറൊന്നുമല്ല ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്, പ്രാർത്ഥന വേണം, സപ്പോർട്ട് വേണം. അതുണ്ടാവുമെന്ന് അറിയാം. സപ്പോർട്ട് ചെയ്യാം, പ്രാർത്ഥിക്കാം.